പീച്ചി റിസർവോയറിലെ വീണ 4 പെൺകുട്ടികളെയാണ് കൊണ്ടുവന്നത്. 4 പെൺകുട്ടികളാണുള്ളത്. നിമ, അലീന ആൻഡ് ഗ്രേസ്, എറിൻ എന്ന 4 പെൺകുട്ടികളെയാണ് കൊണ്ടുവന്നത്. 15-16 വയസ്സുള്ള പെൺകുട്ടികളാണ്. പീച്ചിയിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അതിനിടയിൽ വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് പോയത്. 4 പേരിലെ ഒരാൾ കുറച്ച് ബെറ്ററായിട്ടുണ്ട്. NIV എന്ന് പറയും. വെൻറ്റിലേറ്ററാണ് 4 പേരും. അതിലൊരാൾ കുറച്ച് ബെറ്ററാണ്. 3 പേര് ഗുരുതരാവസ്ഥയിലാണ്. എന്നാലും വന്നതിനേക്കാളും ബെറ്ററായിട്ടുണ്ട്. ഡോക്ടേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ICUയുടെ ഉള്ളിലാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജൂബിലിയിലെ എമർജൻസി ടീം എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ടുണ്ട്. എല്ലാ ഡോക്ടേഴ്സും എത്തിയിട്ടുണ്ട്. നന്നായിട്ട് നോക്കുന്നു. നമുക്ക് പ്രാർത്ഥനയിൽ അവരെ സമർപ്പിക്കാം. ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഗുരുതരാവസ്ഥയിലുള്ളത് അലീന ആൻഡ് ഗ്രേസ്, എറിൻ എന്നിവരാണ് കുറച്ച് ഗുരുതരാവസ്ഥയിലുള്ളത്. ഡോക്ടേഴ്സ് അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മന്ത്രി രാജൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫുൾ ടീം, ജൂബിലിൻ്റെ ഫുൾ ടീം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വന്നിട്ടുണ്ട്. 4 പേരും വെന്റിലേറ്റർ സപ്പോർട്ടിലാണ്. 3 പേര് ശ്വാസനാളത്തിലൂടെ ട്യൂബ് ഇട്ട് വെന്റിലേറ്ററിലേക്ക് കണക്റ്റഡ് ആണ്. BP സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മരുന്നുകൾ പോകുന്നുണ്ട്. ഒരു കുട്ടീനെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ NIV മാസ്ക് വെച്ച് നമ്മൾ വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്ത് ശ്വാസം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തായാലും 4 കുട്ടികളും ഡ്രൗണിങ്ങിൻ്റെ സൈൻസ് ഉണ്ട്. അവർക്ക് ശ്വാസം മുട്ടലും അതിൻ്റേതായ സൈൻസ് ഉണ്ട്. അതെ, നമ്മുടെ ഹോൾ ടീമുണ്ട്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കുട്ടികളെ റെസിസ്റ്റേറ്റ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോൾ 3 പേർക്ക് പൾസൊക്കെ വളരെ ലോ ആയിരുന്നു. CPR കൊടുത്ത് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് 3 പേരും. BP മുഴുവൻ അങ്ങോട്ട് റിക്കവർ ചെയ്തിട്ടില്ല. അതിൻ്റെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എഫക്റ്റ് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നല്ല വാർത്തയ്ക്കായിട്ട് പ്രതീക്ഷിക്കാം. താങ്ക് യു.